പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഫെബ്രുവരി 9 വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ബജറ്റ് സമ്മേളനം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നയപ്രഖ്യാപനത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുക. ഇത്തവണ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഉണ്ടാകില്ല, പകരം അവലോകന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു. നാളെയാണ് രണ്ടാം മോദി സർക്കാരിൻ്റെ ഇടക്കാല കേന്ദ്ര ബജറ്റ്. ഇപ്പോൾ ജിൽബി വിശദാംശങ്ങളുമായി ചേരുകയാണ്. കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ഇനി കേവലം മാസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള ഒരു ബജറ്റ് അവതരണമാണോ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്? വാഗ്ദാനങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ബജറ്റ് അവതരണം, അതാണോ പൊതുവെ പ്രതീക്ഷിക്കുന്നത്? നിർമ്മലാ സീതാരാമനിൽ നിന്ന് ഇന്ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കാനും പോകുന്നു. കടുത്ത തണുപ്പ് തുടരുന്നു അല്ലേ ജിൽബി? ശരത്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മന്ദിരം കാണാൻ സാധിക്കില്ല. കടുത്ത മൂടൽമഞ്ഞാണ് ഇവിടെ. ആകെ പോലീസിന്റെ ബാരിക്കേഡുകളൊക്കെ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. കാരണം അത്രയ്ക്കും മൂടൽമഞ്ഞാണ്. എന്തായാലും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്നിപ്പോൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിനായിരുന്നു പാർലമെന്റ് ആക്രമണം ഉണ്ടാവുകയും അതിൽ പ്രതിഷേധിച്ച് എംപിമാർക്കൊക്കെ സസ്പെൻഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇന്നലെ ഈ രാജ്യസഭയിലെ 11 എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുണ്ട്. അവർക്ക് എന്തായാലും ഇന്ന് ഈ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് സമ്മേളനം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ ആവും ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഇന്നിപ്പോൾ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന സമ്മേളനത്തിലൂടെയാണ്. ജിൽബി, അതിലൊരു പ്രശ്നമുണ്ട്. ജിൽബി പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇനി ഈ സർക്കാരിന് അവശേഷിക്കുന്ന കാലാവധി എന്ന് പറയുന്നത് 2 മാസങ്ങൾ മാത്രമാണ്. ഏപ്രിൽ മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പുണ്ടാകും. അതിനുശേഷം മെയ് മാസത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നൊരു സാഹചര്യം. അപ്പോൾ ഒരു ബജറ്റ് അവതരിപ്പിച്ചാലും അത് നടത്തിക്കൊണ്ടു പോകാൻ കാലാവധിയില്ലാത്തൊരു സർക്കാർ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഒരു ഫുൾ ബജറ്റ് അവതരിപ്പിച്ചേക്കാം. പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നേട്ടമാണ് ഈ സർക്കാരിൻ്റെ കാലത്താകെ സംഭവിച്ചത് എന്ന് ധനമന്ത്രി അവകാശവാദത്തോടെ വിവരിച്ചേക്കാം. പക്ഷേ ജനങ്ങൾക്കതിൽ പ്രതീക്ഷിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടാവാനും സാധ്യതയില്ല. കാരണം ആ നിലയ്ക്ക് ഒരു കാലം യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജനങ്ങൾക്കതുകൊണ്ട് തന്നെ ഇതൊരു കേവലമായ ബജറ്റ് അവതരണത്തിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സാധ്യത കാണേണ്ടതായിട്ടും ഒരു അവസരം പൊതുവിലില്ല. ജിൽബി, പറഞ്ഞോളൂ. ശരത്ത്, ഞാനത് പറഞ്ഞത് കാരണം ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടും ആദായ നികുതി ഇളവുകൾ, അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികൾ, സ്ത്രീകൾക്കും കർഷകർക്കുമുള്ള സഹായങ്ങളൊക്കെ ഈ ബജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇടക്കാല ബജറ്റ് ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുകയാണ്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ. ആ ഒരു അർത്ഥത്തിലാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ 9 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം. നാളെയാണിപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കുക. ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത്, ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് കേന്ദ്ര സർക്കാർ ഒരു സാമ്പത്തിക സർവേ റിപ്പോർട്ട് സാധാരണയായിട്ട് സഭയിൽ വെക്കാറുണ്ട്. പക്ഷേ ഈ തവണ ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് വെക്കുന്നില്ല. പകരം ഒരു അവലോകന റിപ്പോർട്ടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തെക്കുറിച്ചുള്ള ഒരു അവലോകന റിപ്പോർട്ടാണ് ഈ തവണ സമർപ്പിക്കുന്നത്. അതിലിപ്പോൾ ഒരു വിമർശനങ്ങളൊക്കെ ഉയരുന്നെന്ന് പറയുന്നത്, നിലവിലെ സാഹചര്യം നമുക്കറിയാം, വിലക്കയറ്റം ഏറ്റവും രൂക്ഷം, തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷം, സാമ്പത്തിക അവസ്ഥ വളരെ മോശമായിട്ട് നിൽക്കുന്ന സാഹചര്യം. അതിനാൽ തന്നെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യം മറച്ചു വെക്കാനുള്ള ഒരു കേന്ദ്രത്തിൻ്റെ നീക്കമാണെന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഈ ആഗോള സൂചികകളിലൊക്കെ രാജ്യം പിന്തള്ളുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതിനാൽ ഇപ്പോഴത്തെ ഈ അവലോകന റിപ്പോർട്ടിൽ പോലും രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത നന്നായിട്ട് പോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു കൺകെട്ട് വ്യക്തി തന്നെയാണ് ഈ അവലോകന റിപ്പോർട്ടിലും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ അത് പുറത്തുവിട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാർ സഭയിൽ വെക്കുന്നില്ല. പകരം അവലോകന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ജനപ്രിയ ബജറ്റ് ആയിരിക്കും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഈ 6ാം ബജറ്റ് അവതരണത്തിൽ ഉണ്ടാവുക എന്നുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയാം. കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തായാലും
ഇന്നിപ്പോൾ ബജറ്റ് സമ്മേളനം തുടങ്ങുകയാണ്. 11 മണിയോടുകൂടി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെയാവും ഈ സമ്മേളനം തുടങ്ങുക. ജിൽബി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നു രാവിലെ 11-ന്. ശരി ജിൽബി, 11 മണിക്ക് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകും.